അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ഉള്ള നമ്പർ 114 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 1, 2024. മണി ഇപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. അപ്പോൾ 6 മണിക്ക് ഇന്ന് പോകേണ്ടതാണ്. അതിന് പോകാൻ പറ്റുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈഷൂട്ടിയാണ്. ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു 1 മണിക്കൂറത്തേക്ക് 5:30 to 6:30 മണി വരെ. അപ്പോൾ അതിന് പോയിട്ട് വന്നപ്പോൾ ശരി കുഴപ്പമില്ല, നമുക്ക് പിള്ളേരെ പഠിത്തവും പിള്ളേരുടെ ടാലൻറ്റുമാണ് ഫസ്റ്റ് മെയിൻ കാര്യം. അതിനിടയ്ക്ക് നമ്മൾ ജോലിയും ചെയ്യണം, അത് മെയിൻ കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഒരു ചെറിയ തിരുത്തലുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ വൈഷൂട്ടിൻ്റെ ഡാൻസിൻ്റെ പാട്ട് വന്നിട്ട് എന്ത് പാട്ട് വൈഷൂട്ടിയത്? കാറ്റ് കാറ്റ് പൂങ്കാറ്റ്, ആ പാട്ടാണ് പറഞ്ഞത്. കാറ്റ് കാറ്റ് പൂങ്കാറ്റല്ല, യഥാർത്ഥ പാട്ടെന്ന് പറയുന്നത് കിളി കിളിക്കാൻ ചെപ്പുകൾ, ആ പാട്ടാണ് ഡാൻസ് കളിക്കാൻ പോണത്. അത് ഇവള് പറഞ്ഞത് മാറിപ്പോയി, എന്തോ ഓർമ്മയിൽ പറഞ്ഞതാണ്. അത് സംഭവം വേറൊന്നുമില്ല. സംഭവം 2 പാട്ടിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഡാൻസിന് ആൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ അതൊന്ന് പറയാൻ തോന്നി. ഇരിക്കട്ടല്ലേ, ഇതൊക്കെ ഒരു ഫാമിലി കാര്യങ്ങളല്ലേ പറയണ്ടേ. നിങ്ങളുടെ പറയാൻ ഞാൻ അടുത്ത് പറയാം. ശരി, അപ്പോൾ സമയം കൊണ്ടിരിക്കുന്നു. എന്നാൽ ലേറ്റായി പോയി. 3 മണിക്കൂറുള്ളൂ. ഈ 3 മണിക്കൂറിലൊരു 350 കിട്ടോ? ശരി, ഉള്ളത് ആവട്ടെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഇല്ല വെയിറ്റ്. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട്, അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ബാ ഡയലോഗ് ക്രിഞ്ചായാലും പഞ്ചായിട്ട് മാറും. വാ. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. പറ. ഓക്കെ, പോയിട്ട് വരാം. ബൈ, സീ യു. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 7:15 മണിയായി. ഓക്കെ, പോയിട്ട് വരാം. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം, ക്രോക്സ് ചെരുപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രോക്സ് ചെരുപ്പ് കൊണ്ട് പറഞ്ഞേക്കിട്ടോ അല്ലേ, സൂപ്പറായി. എക്സ്ട്രാ ഒരെണ്ണം ആഡ് ചെയ്യുമ്പോൾ രസമല്ലേ, ചുമ്മാ കിടക്കട്ടല്ലേ. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം നിങ്ങൾ തന്നെ പറ, അറിയാമല്ലോ, പ്രത്യേകം പറഞ്ഞ ആവശ്യമില്ല. പൂജപ്പുര മെയിൻ റോഡ്, അവിടെ പോയി നിൽക്കാം. ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകും. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, പോകുന്ന ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓർഡർ അടിക്കണില്ല. നമുക്ക് നേരെ എങ്ങോട്ട് പോകാൻ എപ്പോഴും പോലെ തന്നെ. പ്രത്യേകം പറഞ്ഞാൽ ഞാൻ വ്ളോഗേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ പൂരിപ്പിച്ചാൽ മതി എന്തൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ആ ലെവലല്ല അല്ലേ, എല്ലാം കാണാൻ പോടാം. എന്നാലും പറയേണ്ടത് പറഞ്ഞില്ലേ പറ്റൂ. ഇപ്പോൾ നമ്മൾ നേരെ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ജഗതി ആൻഡ് വഴുതക്കാട്. അങ്ങോട്ട് പോകുമ്പോൾ ഓർഡർ അടിച്ചോളൂ ഓട്ടോമാറ്റിക്കായിട്ട്, വേറെ വിഷയമൊന്നുമില്ല. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. കാറ്റേ കാറ്റ്, ആ പാട്ടല്ലോ, പക്ഷേ നമ്മൾ പാടേണ്ട പാട്ട് കിളി കിളിക്കാൻ ചെപ്പുകൾ, ആ പാട്ടാണ് പാടേണ്ടത്. അതിനാണ് മോൾ ഡാൻസ് കളിക്കാൻ പോണത്. ദയമേ നല്ലപോലെ ഒന്ന് മിന്നിപ്പിച്ചേക്കണേ. നമ്മളങ്ങനെ ബോംബ് ഏരിയ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏത് നിമിഷം വേണമെങ്കിൽ മോളിൽ ഇത് ബോംബ് വീഴാം. നമ്മൾ അവിടെ പോയി നിൽക്കേണ്ട, ഇവിടെ നിന്നാൽ സേഫാണ്. ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്ന് നിൽക്കുന്ന ഓരോ സെക്കൻഡ് ആപത്താണ്. ഓക്കെ, ജയിച്ചാച്ച്. ഓട്ടപ്പന്തയത്തിൽ ഉസൈൻ ബോൾട്ടിനേക്കാളും സ്പീഡിൽ ഓടണം ഈ ഒരു സ്ഥലത്താണ് നേരത്തെ. ഇത്ര ഡേഞ്ചറാണ്. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ബിഗ് ബെല്ലി മോമോസ്. അക്സെപ്റ്റ് ഓർഡർ. കോട്ട്. ഓക്കെ, ഇവിടുന്ന് കറക്റ്റ് ഒരു 1/2 കിലോമീറ്റർ ദൂരം എത്താറായി. കാത്തടിക്കുത് കാസ് മേള പോത്തിക്കിന് പടുത്തുക്കിന് പോത്തിക്കെല്ലാം. ഓക്കെ, ഇതാണ് ബിഗ് ബെല്ലി മോമോസ്. ടേക്ക് അവേ ഇവിടെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ പിക്ഡ്. അപ്പോൾ ലൈവ് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ചരിഞ്ഞാൽ ചിലപ്പോൾ കളയും, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചാൽ സേഫായിട്ട് നോളും. ഓക്കെ, ഫുഡ് ഇവിടെ ഇങ്ങനെ കേട്ടോ, വിഷയമില്ല. ഓക്കെ, പോകാനാ ഇതുവഴി പോകണോ? ഇത് 1 വേ ആണ്. റൈറ്റ് കയറി പോകാം ഇങ്ങോട്ട്. ഇതുവഴി എല്ലാ വഴി ഒന്ന് തന്നെ. ട്രാഫിക് നോക്കിയാൽ മതി, എവിടെയാണ് കൂടുതൽ ട്രാഫിക് ഉള്ളതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം വെള്ളാമ്പലാണ്. ഇവിടെ കറക്റ്റ് 2.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഷെസ്വാൻ ചിക്കൻ മൊമോസ് ആൻഡ് മെയിൻ ലൈമാണ്. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായിട്ടുണ്ട്? വെയിറ്റ് മണി ഇപ്പോൾ കറക്റ്റ് 7:35 ആയിട്ടുണ്ട്. 1/4 ഭാഗം പ്ലാറ്റ്ഫോമും 3/4 ഭാഗം റോഡാണ്. ഇവിടെ പണി ചെയ്തതിൽ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് നടന്ന് പോകാനായിട്ട്. ചില ആൾക്കാർ രാത്രിയാകുമ്പോൾ പ്ലാറ്റ്ഫോം വഴി വണ്ടി ഓടിക്കും. അതെന്ത് സംഭവം എന്നാണ് ഇവിടെ എന്തോ ഒരു സംഭവം അകത്ത് പോയതുകൊണ്ട് അങ്ങനെ ഓടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പ്ലാറ്റ്ഫോം വഴി നടന്ന് പോയാൽ നോക്കി നടക്കണം. ബാക്കിൽ നിന്ന് വണ്ടി വരണം, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരണം അല്ലേ. എന്തൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ലോകമായിപ്പോയി നമ്മളെ ലോകം. സൂപ്പർ ലൈറ്റില്ല, ഇവിടെ അടിപൊളിയായി. പോലീസ് ക്യാമ്പാണ് ഇവിടെ അല്ലേ. എന്തോന്നും വേണത്? കോട്ടൺ ഫാബ് 2024 സ്വാഗതം. ഞാൻ അങ്ങോട്ട് വരില്ല, സമയമില്ല. സംഭവം ലൊക്കേഷൻ എത്തി, എങ്ങനെ പോകണമെന്ന് പിടിയില്ല. ഇവിടെ കംപ്ലീറ്റ് സ്മാർട്ട് സിറ്റി വർക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്ത് പോകണം? ഇതുവഴി പോകാൻ പറ്റുമോ? ഫ്ലാറ്റിൽ പോകാലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതുവഴി പോകാൻ പറ്റുമെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെയല്ലേ കോർഡൈൽ റീജൻസി. അടി പേട്ടത്തുള്ള അൻപന്നല്ലോ. സൊമാറ്റോ ഫുഡ് കൊടുക്കണമായിരുന്നു. വച്ചിട്ട് പോകണോ? അങ്ങനെ കൊടുക്കണം. ഇതോ
വണ്ടി നമ്പർ എഴുതണോ? KL01. ഓക്കെ സ്വിച്ച് അല്ലേ? അടി 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 ഇത് 0 ആണ്, മറക്കല്ല്. -1 ബൈക്കിലായി. ഓക്കെ സൊമാറ്റോണേ? ക്യാഷാണോ? ഒരു മിനിറ്റ്. ശരി, ബാക്കി ചില്ലറ. ശരി, കളക്ട് ക്യാഷ് 145. ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കൊടുത്ത ഓർഡർ പേയ്മെൻറ്റ് 29.45 രൂപയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് സ്റ്റാർബക്സിൽ, ഇവിടെ അടുത്ത് തന്നെ. നമ്മളൊന്ന് പോയില്ലേ, സൂപ്പർ ആയിരുന്നില്ല കോഫി അവിടെ തന്നെ. വണ്ടി ഇങ്ങോട്ട് ഇതുവഴി പോവും, സ്റ്റാർബക്സ് വഴി പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാർബക്സിൽ പോകണം അടുത്ത്. എങ്ങനെ പോകും? അവിടെ വെച്ചു അങ്ങനെ പോകാം അല്ലേ? ഓക്കെ ശരിയാണ്. അപ്പോൾ വണ്ടി അങ്ങോട്ട് പോകില്ല പറയണത്. തൽക്കാലത്തേക്ക് നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് നടന്ന് പോയാൽ ഓക്കെ. അവിടെ വയ്ക്കാം വണ്ടി. പായാസക്കടൈ. അപ്പോൾ അങ്ങോട്ട് വണ്ടി പോകില്ലല്ലേ? അപ്പോൾ കച്ചവടം കുറവായിരിക്കില്ല സ്റ്റാർബക്സിൽ. ശരി, ബാ ക്രോസ് ചെയ്യാം. മിന്നി തിളങ്ങി. വൈബ്രേഷൻ കണ്ടോ എൻ്റെ അമ്മ? സ്റ്റാർബക്സ് കോഫി, ടാറ്റ അലയൻസ്. റീച്ച് ലൊക്കേഷൻ റെഡിയായി നോക്കട്ടെ. റെഡിയായി ബാ. ഇത് നമ്മൾ കോഫി ഷോപ്പായി മാറിയിരിക്കുകയാണ്, കാരണം അവിടെ നമ്മളന്ന് കോഫി കുടിച്ചുകൊണ്ട്. ഹായ്. അന്ന് കുടിക്കാമെന്നൊരു കോഫി. ഓക്കെ, ഓർഡർ 6476 ഫിൽറ്റർ കോഫി. ശരിയല്ലോ? ഓക്കെ ബൈ. ശരി എന്നാൽ. ഓക്കെ ഓർഡർ പിക്ക്ഡ്. അതൊക്കെ വെച്ചോ. കോഫിയാണ് ചെറിഞ്ഞ് കളഞ്ഞളയിൽ. കളയാനൊന്നുമില്ല, നല്ല പാക്കിംഗ് ആയിരിക്കും, എന്നാലും ഒരു ചെറിയ പേടി. ഓക്കെ, സേഫ് ആണല്ലോ. മണി ഇപ്പോൾ കറക്റ്റ് 7:55 ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചൂടാമ്പാലം. ഇവിടെ നിന്ന് കറക്റ്റ് 4.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിൽറ്റർ കോഫിയാണ്. അവിടെ മൊത്തം ട്രാഫിക് ബ്ലോക്കാണ്. എങ്ങനെ നമ്മൾ പോകും അങ്ങോട്ട്? ഒരു സെക്കൻഡിൽ വീഴുമ്പോൾ നമ്മൾ അവിടെ ഫ്രണ്ടിലെത്തും, അടുത്ത സെക്കൻഡിൽ വീഴുമ്പോഴേ നമ്മൾ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഒരു 30 സെക്കൻഡ് 60 സെക്കൻഡ് ഡിവൈഡഡ് ഇൻറ്റു πr² = cos sin +1 = ഒരു 1.5 മിനിറ്റ് ആവും. എല്ലാം ടെക്നോളജി. സ്കൂൾ കണക്കിൽ 2 × 3 എഴുതാൻ പറഞ്ഞ് 5 എഴുതിയേക്കും. ഇപ്പോൾ cos sin πr² ഒക്കെ പറയണം. തള്ളടെ സുധീഷ, ചുമ്മാ ഒരു ഷോ അല്ല. ഇരിക്കട്ടെ, നമ്മളെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് മിസ്സായി പോകും. അതുപോലത്തെ ഒരു തീരെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമ്മൾ 1.5 മിനിറ്റ് കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 30 സെക്കൻഡിൽ പാസ്സായി വെളിയിൽ വന്നു. ഉണ്ടാ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. എന്തൊക്കെ പറയാണ്ടിരിക്കുന്നു വ്ളോഗിൻ്റെ അകത്ത്. ചുമ്മാ ഒരു കോമഡിക്ക് പറയണതൊക്കെ. ഇതൊക്കെ മെസ്സേജ് ഒന്നുമല്ല. ഓക്കെ, ലൊക്കേഷൻ വന്നാച്ച്. പൗർണമി സ്റ്റോഴ്സ് ഇവിടെ തന്നെ. മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല, ലൊക്കേഷൻ അറിയാം, കാരണം ഇതിനു മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട് ഇതേ ലൊക്കേഷൻ. നേരെ ഇപ്പോൾ റൈറ്റാണ് പോകേണ്ടത്, അമ്പുടുക്കിൻ്റെ അകത്ത്. ചിലങ്ക കെട്ടി ഓടി വാ. അത് തന്നെ സൊമാറ്റോയാണേ? അവിടെ നിന്നല്ല. ഓക്കെ, വെൽക്കം. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോന്നാ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 53.36 മണി ഇപ്പോൾ കറക്റ്റ് 8:05 ആയിട്ടുണ്ട്. ഇതൊരു ഓർഡർ ജോഗിങ്ങാണ്. വൈകുന്നേരം സമയത്ത് ഇതുപോലെ ജോഗിങ് നല്ലതാണ്. നല്ല വേർക്കും, നല്ല ദേഹം നല്ല ഉണങ്ങും, ഫാറ്റ് കുറയും. ഇത് എനിക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഞാൻ പഴയ പോലെ വർക്കൗട്ട് ചെയ്യാനുള്ള സമയമില്ലൊട്ടും. അപ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണതാണ് മെയിൻ വിഷയം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് സംസം YMR അക്സെപ്റ്റ് ഓർഡർ കോഡ് നന്തൻകോട് പോകണം. ഇങ്ങനെ ഓർഡർ അടിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, സാറിന് ഓർഡർ അടിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന്. ഇന്നെന്തോ അടിക്കണം നമ്മൾ ഭാഗ്യത്തിന്. എന്തായാലും ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഓർഡർ എടുത്ത് ഇൻസ്റ്റൻ്റ് അടിക്കാൻ പറ്റും. റീച്ച്ഡ് ലൊക്കേഷൻ സംസം YMR. വണ്ടി ഇവിടെ ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല, സേഫ്. റീച്ച്ഡ് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 11 മിനിറ്റാണ്. വെയിറ്റ് ചെയ്യാം. സംഭവം റെഡി ആയില്ല, 10-15 മിനിറ്റായി. ചോദിക്കാം. ചിലപ്പോൾ റെഡി ആയിക്കാണ്, റെഡി കൊടുക്കാൻ വെച്ചിരിക്കണമായിരിക്കും. ചിലപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കാം. റെഡിയാ, കറക്റ്റ് ടൈമിങ്, സൂപ്പർ. ഓക്കെ ഓർഡർ ഡെലിവർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കരിമംഗളമാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം തന്തൂരി ചിക്കൻ വിത്ത് പൊറോട്ട ആൻഡ് പനീർ ദോശയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നേരെ പോയി കെസ്റ്റൻ റോഡ്, അവിടെ നിന്ന് വെള്ളയാമ്പലം, പിന്നെ ശാസ്ത്രമംഗലം, അങ്ങനെ നേരെ മരുന്നക്കുഴി പോയി കരിമംഗലം പോകും. വെയിറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടേ പോലാം. ഓക്കെ, ഇടയ്ക്ക് തമിഴ് വ്ളോഗ് ചെയ്യാം, കാരണം KLT പേര് വെച്ചിട്ട് തമിഴിലൊന്നും പറയാനൊന്നും മോശമല്ലേ. അതുപോലെ തമിഴ് ഫാൻസ് പറഞ്ഞാൽ വരട്ടെ അല്ലേ, അവരും കൂടെ നമുക്ക് പിടിക്കാം. ഓക്കെ, கிளம்பலாமா? இங்கேருந்து கஸ்டமர் லொக்கேஷன் கரெக்ட் 400 மீட்டர் தூரம் இருக்குது. கொஞ்சம் பக்கம் தான், சீக்கிரம் போயிடலாம். இது என்ன தமிழண்டா, நான் ஒரு தமிழண்டா, எனக்கு பலம் ஏன் ரசிகண்டா. ஓகே, இங்கேருந்து லெஃப்ட்டில் போகணும். ஓகே,
ஓகே இங்கே தான் வீடு வருதுன்னு நினைக்கேன். ஹவுஸ் நம்பர் பார்த்தா தெரியும். സൊമാറ്റോയാണേ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്താ ഇവിടെ തന്നല്ലോ. ഓക്കെ ഒന്നേന്നാ ശരിയാണ്. ഓക്കെ ഓർഡർ കൊടുത്താച്ച്. ഓക്കെ ഇപ്പോൾ കിടച്ച ഓർഡർ പേയ്മെൻറ്റ് 45 രൂപ 32 പൈസയാണ്. ഏകദേശം മലയാളം തമ്മിൽ ഒരുപോലെ ഇരിക്കണല്ലേ. ശരി തന്നെ. ഓക്കെ ഇപ്പോൾ എங்கே പോവാൻ നേരെ നമ്മൾ നിൽക്കുന്ന ഇടം മരുതൻകുഴി. നമ്മൾ നേരെ പോകാൻ വേണ്ടി ശാസ്തമംഗലം. അങ്ങ് പോയി നിന്ന് അടുത്ത ഓർഡർ ചെങ്കിയാച്ച് പോകலாம். കമോൺ ഗൈസ് കട്ടക്ക് നിൽക്കണം. കട്ടക്ക് നിന്ന് മലയാള വാക്കാണ്. കമോൺ ഗൈസ് ഗെത്താ നിൽക്കണം. അത് കറക്റ്റ്. ഇത് എങ്ങോട്ടാണ് സുധീഷ് പോകണമേ? അവിടെ വഴിയില്ല. ശരി തന്നെ. ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഇങ്ങോട്ട് വഴിയുണ്ടാകും. ബ്ലാക്ക് ബൈസ് ദേഷ്യപ്പെട്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മളെ വ്ളോഗിൽ നമ്മളെ ബ്ലാക്ക് ബൈസിന് ബൈക്ക് സംസാരിക്കാൻ പോവുകയാണ്. സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കോമഡിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരി ബ്ലാക്ക് ബൈസൺ പറ എവിടെ പോകാൻ പറ. എവിടെ പോവാ നിങ്ങൾ പോകണം തീരുമാനിക്കും. എന്നോട് ചോദിക്കണം. പെട്രോൾ അടിക്കണം പോലും ചോദിക്കില്ല. ഞാൻ 5 ലിറ്റർ ചോദിച്ചാൽ 1 ലിറ്റർ അടിക്കുന്നത്. നിന്റെ അടുത്ത് സംസാരിച്ച് കാര്യമില്ലേ? അതെന്ത് വിഷയം? അയ്യാടാ അങ്ങനെ വിചാരിക്കണ്ട. നിന്റെ അണ്ണൻ്റെ കാര്യം അറിയാലോ എന്താണെന്നുള്ളത്. കയ്യിൽ പൈസ ഒന്ന് ടൈറ്റാണ്, മനസ്സിലായല്ലോ. നമുക്ക് വലിയ ടൂർ പോകുമ്പോൾ അടിക്കാം 5 ലിറ്റർ 10 ലിറ്റർ ഒക്കെ. ഓക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യും. ശരി അഡ്ജസ്റ്റ് ചെയ്യാം. നീ വലിയ ടൂർ പോകണ കാർ മത്സരിക്കല്ലേ, ഞാൻ പറഞ്ഞ കാര്യമില്ല. ശരി ദേഷ്യപ്പെടാടെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഇബാക്കോ ആക്സെപ്റ്റ് ഓർഡർ, ചെറിയ ഓർഡർ. ഇബാക്കോ അവിടത്തെ അടുത്ത് തന്നെ റീച്ച് ലൊക്കേഷൻ കൊടുക്കും, കുഴപ്പമില്ല. സംഭവം റെഡി വരണില്ല. ബാപ്പോ ചോദിക്കാം ബാക്കമോ എന്തുകൊണ്ട് റെഡി കൊടുക്കാത്തത്? റെഡി കൊടുക്കാത്തതാണോ റെഡി കൊടുത്തിട്ട് വരാത്തതാണോ ഒരു പിടിയില്ലല്ലോ. ചോദിച്ചിടുന്ന കാര്യം സുധീഷ് ആരെന്ന് അറിയിച്ചിരുന്ന കാര്യം. സീറോ 104 ബ്ലാക്ക് കറണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം, ചോക്ലേറ്റ്, കോട്ടൺ ക്യാൻഡി. കേക്കിൽ കുറേ വെറൈറ്റി ഉണ്ടല്ലോ. ആൽമണ്ട് ഉണ്ട്, സ്വിസ് ചോക്ലേറ്റ് ഉണ്ട്, ക്രിയേറ്റ് യുവർ ഓൺ കേക്ക് ഉണ്ട്. സംഭവം ശരി തന്നെ. പിക്ക്ഡ് ഓർഡർ. സംഭവം പുള്ളിക്കാരൻ നോക്കിയില്ല ഓർഡർ എന്ന കാര്യം. ഞാൻ പോയി പറഞ്ഞപ്പോഴേ പുള്ളിക്ക് മനസ്സിലായത് ഓർഡർ. ശരി കുഴപ്പമില്ല. അപ്പോൾ ബ്ലാക്ക് ബൈസൺ എല്ലാം അടുത്തുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞു. പിക്ക്ഡ് ഓർഡർ കോഡ് എന്തോ റെഡി ആയതുകൊണ്ട് സുധീഷ് ആരെന്ന് അറിയുമെന്ന് പറഞ്ഞു. എന്തായി ചോദിച്ച് സുധീഷ് ആരെന്ന്. അപ്പോൾ അവൻ അറുപതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. എത്ര വേറെ വിഷയമുണ്ടാ ചുമ്മാ കളത്തല്ല ആവശ്യമില്ല കേട്ടോ. സംഭവം ഡയലോഗ് മാസമായിട്ട് പറയുമ്പോഴേ ക്ലാപ്പ് അടിക്കാൻ വിസിലടിക്കണം. കളത്താൻ പാടില്ല കേട്ടല്ലോ. ഭയങ്കര കളത്തിൽ പോരാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ആൽത്തറയാണ്. ഇവിടുന്ന് കറക്റ്റ് 900 മീറ്റർ ദൂരം ഉണ്ട്. കൊണ്ടുപോകുന്ന ഏറ്റവും ഐസ്ക്രീംസ് ആണ്. എന്ത് ഐസ്ക്രീം നോക്കിയില്ല. ഐസ്ക്രീം എത്രയാണ് തണുപ്പായിരിക്കും, പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നേരെ പോയി ലെഫ്റ്റ് പോകണം. ചിന്ന പൊണ്ണുനാ ഒരു സിന്ദൂര പൊണ്ണുനാ എന്തോ സൗണ്ട് മാനോളാ. ഇതാണ് ലൊക്കേഷൻ, കസ്റ്റമർ ലൊക്കേഷൻ. ഇവിടെയാണോ? ഇവിടെ തന്നെ അല്ലേ? ലതാ ശിവനാരായണൻ. ഓക്കെ ശരിയാണ്. ഓക്കെ ഓർഡർ ഡെലിവർഡ്. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല. വറേ വാ. ഇപ്പോഴും ഈ ഡയലോഗ് പറഞ്ഞു മടുത്ത്. എന്നെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിച്ച് വണ്ടി ലുക്ക് എന്ന് സോപ്പിടാനല്ലേ? സോപ്പിട്ടെന്നല്ല ഉള്ളത് പറഞ്ഞോളൂ. നീ ലുക്ക് തന്നെ. ഇപ്പോൾ ലുക്കാണെങ്കിൽ നല്ലപോലെ കെയർ ചെയ്യുന്ന കറക്റ്റ് ഓയിൽ മാറ്റി സമയത്തിന് ലൂബ് ചെയ്യും, വാട്ടർ വാഷ് ചെയ്യും. ഒന്നും ചെയ്യണല്ലോ തന്നെ. ചെയ്യാം സമയം കിട്ടില്ല. എന്നാലും കറക്റ്റ് സമയത്ത് ചെയ്യല്ലേ? എവിടെ ചെയ്യണം? കുറച്ച് ലേറ്റ് ആവില്ല എല്ലാ പ്രാവശ്യവും. ശരി ക്ഷമിച്ച് കളാ, ദേഷ്യപ്പെടാതെ അതൊക്കെ ചെയ്യും നമ്മൾ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 20 രൂപയാണ്. ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അടുത്തത് നേരെ പോയ ചെക്കിങ്. ഇവിടെ ചെക്കിങ് ഉണ്ട്, ഗ്രില്ലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബെൽജിയൻ വാഫിലുണ്ട്. ബെൽജിയന എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സാൽവാഡൈൻ ആര്യസൊക്കെ ഉണ്ട്. ആര്യസ് ആനന്ദഭവന എന്തെങ്കിലും ആവട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ബൈസൺ ഉണ്ട്. നമ്മൾ ബ്ലാക്ക് ബൈസൺ ഇരിക്കാൻ തന്നെ പോണത്. പിന്നെ ഇരിക്കാതെ എന്ത് ചെയ്യാൻ? ഇരിക്കാൻ പറ്റുമോ? ശരി ഓക്കെ വെയിറ്റ് ചെയ്യാം അടുത്ത ഓർഡറിങ് വരെ. ഓക്കെ പോകാം. ഇവിടെ നിന്ന് കാര്യമില്ല, ഓർഡറിങ്ങില്ല. നേരെ അങ്ങോട്ട് പോകാൻ എവിടെയെങ്കിലും പോവാം. നേരെ പോയി വെള്ളാമ്പലം മ്യൂസിയം അങ്ങോട്ട് പോകാം. ചുമ്മാ അങ്ങോട്ട് പോയിട്ട് വാ. വൃന്ദാവനം കണ്ടുപിടിച്ചത് ഞാനാണ്. അതിനുള്ള പൈസ ഞാനാണ്. എന്തിനും അല്ലേ? ഇതൊക്കെയാണ് ക്രിഞ്ച്. ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡായി. ഒരു കാര്യം ഒരാൾ ചെയ്താൽ ക്രിഞ്ച്, അത് ലോകം മൊത്തം ചെയ്താൽ ട്രെൻഡാവും. അതുപോലെ അടിച്ചു കയറി വാ, എല്ലാവരും പറഞ്ഞ് ട്രെൻഡിങ് ആയില്ലേ തന്നെ. അതുകൊണ്ട് ഏത് കാര്യം എപ്പോൾ ട്രെൻഡാവും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിനെ കളിയാക്കിയല്ല, ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. കാരണം എല്ലാവരും ചെയ്യണത് ഇപ്പോൾ ചെയ്ത് കേട്ട് മടുത്തു പോയി. അതുകൊണ്ടാണ്. ചിലപ്പോൾ അതുപോലെ ആയിരിക്കും എൻ്റെ ഡയലോഗും കൂടെ അല്ലേ? ലൈഫ് അടിച്ച് പൊളിക്കാൻ കാഴ്ച. പിന്നെ വേറൊരു കാര്യം, ഇതെൻ്റെ ബ്രാൻഡാണ്. എൻ്റെ ചാനലിലെ ഒരു ഡയലോഗാണ്. ഇത് എല്ലാ വ്ളോഗിലും ഞാൻ പറയും. പക്ഷേ എൻ്റെ അമ്മോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ്, അരമണിക്കൂറിലായിരുന്നു 40 മിനിറ്റ് ആയി കാണും. അടുത്ത് ഓർഡർ അടിച്ചിട്ടുണ്ട് കുമാർ കഫേ. കുഴപ്പമില്ല. മിക്കവാറും ഈ ഓർഡർ എൻ്റെ വീടിൻ്റെ സൈഡിലായിരിക്കണം. ശരി നോക്കാം. ഞാൻ അതിൽ ഗോ ഹോം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഓർഡർ അങ്ങോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. പോന്നാ കമോൺ. അയ്യോ ഇരുന്ന് പോസ്റ്റ് ആയിപ്പോ കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്റർ ദൂരമുണ്ട്. നേരെ പോന്നാ കമോൺ ഗൈസ്. കട്ടൊക്കെ നിൽക്കണം അല്ലേ? വാ. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകും. അത്ര തന്നെ എണ്ണയ്ക്ക് വേല മുടിച്ചാച്ച്. നല്ലൊരു പാട്ട് പാടിയല്ലോ, ഇളയരാജയുടെ പാട്ട്. സാറിന് വാണി ഉണ്ടായി പാടുവാണ് നല്ല പോലെ എൻ്റെ വൈഫ്. അപ്പോൾ ഞാൻ പാടാൻ പോവാണ്. ഞാൻ പാടിയേ കൊള്ളൂല, എന്നാലും പാടാം. നീലാവേ വാ
செல்லாவேவா வந்து வந்து போகிதம்மா എന്നെങ്കെല്ലാം വന്നമ്മ. ഓക്കെ, നമ്മളതിനെ കിള്ളിപ്പാലം വந்தாச்சு. കുമാർ കഫേ നേരെ കാണുന്നതാണ്. സിഗ്നൽ വീണില്ല, അവിടെ വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ. റെഡിയാ സൂപ്പർ. ഹായ്, കണ്ടായിരുന്നാ വീഡിയോ? ലാസ്റ്റ് വീഡിയോയിലുണ്ട്, കണ്ടായിരുന്നാ? KLTN വ്ളോഗ് ചാനലിൻ്റെ പേര് ഒന്നുണ്ട് കേട്ടാ. ഇന്നത്തെ വീഡിയോയിൽ വരും. ഇപ്പോൾ പുള്ളിക്കാരൻ കണ്ടില്ല കേട്ടാ. സംഭവം പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു നമ്മൾ ചാനൽ ഏതെന്നുള്ളത്. ഓക്കെ, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് ഐറ്റം? ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ. ഓക്കെ, പിക്ഡ് ഓർഡർ കൊടു. ഓക്കെ, പോവുമാ. അയ്യോ, വണ്ടികളൊന്നും ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ കയറും? രാത്രി 10 മണി ആവാറായി. എന്ത് ബ്ലോക്ക് ഉണ്ട് എപ്പോഴും. പക്ഷെ എൻ്റെ അമ്മോ, നാടൊക്കെ ഒരുപാട് മാറിപ്പോയി കേട്ടാ. ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. നമ്മൾ പോയി കയറാം. ബാക്കിൽ വണ്ടി പറഞ്ഞാൽ ഇല്ലല്ലോ, എന്നാ പയ്യ കയറി കിടണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളാണിയാണ്. ഇവിടെ കറക്റ്റ് 7.1 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കനാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:55 ആയിട്ടുണ്ട്. കറക്റ്റ് 5 ഓർഡറായി. ഇൻസെൻറ്റീവ് അടിച്ചിട്ടുണ്ട്. ഇൻസെൻറ്റീവ് എമൗണ്ട് 75 രൂപയാണ്. ഏണിങ്സ് കുറവില്ല. നമ്മൾ ഇറങ്ങണം 7 മണിക്ക് ഇറങ്ങണത്, അല്ലെങ്കിൽ പകലിറങ്ങി ഓടണം. ഇപ്പോൾ യൂട്യൂബ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പറ്റില്ല പഴയ പോലെ. എന്തായാലും നമ്മൾ നോക്കേണ്ടത് പൈസ സമ്പാദിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. ആ ജോലി ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കണം, അത്ര തന്നെ. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചർ നമ്മളെ കയ്യിലല്ല. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേടിയാവേണം. ഒന്ന് കോവിഡ്, പിന്നെ വയനാട് ഇഷ്യൂ. സത്യം പറഞ്ഞാൽ ഇതുപോലെ ദുരന്തം കാണുമ്പോഴേ ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി തോന്നിപ്പോകും. അത്രയുള്ള ലൈഫ് മനസ്സിലായി. എപ്പോഴാണ് എന്തുവേണം സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന ജോലി കറക്റ്റായി ചെയ്യുക, സിൻസിയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക, അത്ര തന്നെ. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഓക്കെ, ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നമ്മളങ്ങനെ വെള്ളാണി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. സൂക്ഷിച്ച് പോകണ സിഗ്നലില്ല, വണ്ടികൾ സ്പീഡ് വരാൻ അവിടെ നിന്ന്. മേജർ വെള്ളാണി ദേവക്ഷേത്രം, തിരുവിതാംകൂർ ദേവസ്വം. ആ അറ ഹായ് തന്നെ കൈവിട്. വണ്ടി തന്നെ വണ്ടി വാ, വണ്ടി ഒതുക്ക് വാ, വണ്ടിയിട്ട് പോവാം. ഇവിടെ റോഡല്ലേ, ഡേഞ്ചറാണ്. എവിടെ താമസിക്കുന്നത്? എൻ്റെ ചേട്ടനെ ഇവിടെ അടുത്ത്. എവിടെ നിന്ന് അറിയാം? മറ്റേ മൈത്രി അറിയാമോ? അതിൻ്റെ അകത്തോട്ട് വീട് വ്ളോഗിലുണ്ട്, കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ കൊള്ളായിരുന്നു. സുഫിൻ അല്ലേ? സുഫിക്ക്. നിങ്ങളുടെ പേര്? അനന്തു. അപ്പം LAPG അത് തന്നെ ഗായ്സ്. അപ്പോൾ എവിടെ പോയിട്ട് പറഞ്ഞു? ചുമ്മാ കറക്കാം അത്ര രാത്രി. പഠിക്കണോ അങ്ങനെ? സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഡാൻസ് ഉണ്ട് മോൾക്ക്. ഇപ്പോൾ പരിപാടി ഉണ്ട് ഒക്ടോബർ 6-ാം തീയതി. അപ്പോൾ പറ്റുമെങ്കിൽ ഫ്രീ ആകുമ്പോൾ പറഞ്ഞോ. അവിടെ ടൈം പറയാം എപ്പോഴാണെന്നുള്ളത്. വൈകിട്ടായിരുന്നു മിക്കവാറും ഡാൻസ് പരിപാടി, മറ്റേ ഇതിൻ്റെ പൂജ വെപ്പിന് കാര്യങ്ങളായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ, കാണാം. ഇപ്പം ക്യാമറ എന്ത് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ അല്ലേ? നിങ്ങൾ പഠിക്കണോ? ജോലി അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്യണം. അപ്പം ഓക്കെ സൂപ്പർ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പിന്നെ കാണുമ്പോൾ ജോലിയിൽ നിൽക്കണം കേട്ടാ. നല്ല സമ്പാദിച്ച് നല്ല സെറ്റിലാവണം. ഓക്കെ, എന്ത് സ്നേഹം കണ്ടോ ആൾക്കാർ, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഇപ്പോൾ പോന്നാ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ കാര്യം സ്നേഹമാണ്, അറിയാമോ? ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ ലൈഫ് നല്ല കളർഫുൾ ആയിക്കോളൂ. പണം വേണ്ടെന്ന് പറയാനുള്ള, പക്ഷെ അതിൻ്റെ കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന് കൂടെ പണം ഉണ്ടെങ്കിൽ ആ പണത്തിനെ വാല്യൂ ഉള്ളൂ, അറിയാമോ? സ്നേഹം ഇല്ലാതെ പണം മാത്രം ഇത് കഴിഞ്ഞാൽ ആ പണം വെറും പണമാണ് എന്ന് വെച്ചാൽ വെറും ശവമെന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ മെസ്സേജ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി മാപ്പ് നോക്കാം, ബാക്കി ഇങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഹായ് എവിടെ ഓർഡറാ? എനിക്ക് ഇവിടെ തന്നെ എൻ്റെ അമ്മോ 2 കിലോമീറ്ററാ? എങ്ങോട്ട് പോകണം നിങ്ങൾക്ക്? എനിക്ക് ഇവിടെ നിന്ന് ഒരു 700 മീറ്റർ പോകണം. അപ്പോൾ ഇത് കുറച്ച് കറങ്ങി പോവുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് കാണിക്കണത്. ഓ, ഞാൻ സാധാരണ ഇതുപോലെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ കറങ്ങി പോവുള്ളൂ. റോഡ് നല്ല റോഡാണ്. ഇതാകുമ്പോൾ റോഡ് കുറച്ച് മോശമായിരിക്കും. നിങ്ങൾക്ക് മാപ്പ് നോക്കട്ടെ, എവിടെ നിന്ന് പറയട്ടെ നോക്കിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ പോകണം, നല്ല സത്യം പറഞ്ഞാൽ. ഇവിടെ നിന്ന് നേരെ നിങ്ങൾ പോയാൽ മതി. കോവിൽ കഴിഞ്ഞ് വളവ് കഴിഞ്ഞ് നേരെ പോയാൽ മെയിൻ റോഡെത്തും. ഇത് നേരെ പോകണം, മെയിൻ റോഡാണ്. ഓക്കെ, ഇതുവഴി പോകല് വേസ്റ്റാണ്. എന്നെ കണ്ടത് നിങ്ങൾ ഭാഗ്യം. ഓക്കെ, നമ്മളെ വീഡിയോ കാണാറുണ്ടോ? കൈകൊടു. പിന്നെ ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം കായ്. ഡയലോഗ് പറഞ്ഞുവോ? ലൈഫ് അടിച്ച് പൊളിക്കണം, അത്ര തന്നെ. പേരെന്താണ്? പുതിയ പേരെന്നാ? പേര് പറഞ്ഞില്ല. അല്ല, പേര് പറഞ്ഞില്ല. ഷീബു. ഓക്കെ, ബൈ. അപ്പോൾ പുള്ളിക്കാരന് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ വഴി പോയിരുന്നു വേസ്റ്റ്. വേറൊന്നുമില്ല, ഈ വഴി ഷോർട്ട് കട്ടാണ്, പക്ഷേ റോഡ് ഭയങ്കര മോശം. അതാണ് മെയിൻ റോഡ്, അതാണ് കറക്റ്റായ വഴി. പക്ഷേ മാപ്പ് ഇതുവഴി കാണിക്കോളൂ. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്, മുടുക്കിൻ്റെ അകത്ത്. ഇവിടെ വഴി ആവുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അടിച്ചോ, അവിടെ നിന്ന് ബൈക്ക് വന്നാൽ പിന്നെ തീർന്നു. ഓർ ബൈ പോരണേ. ഓ ശരി തന്നെ. ഈ കോഞ്ചറിങ് അതേപോലെ ഗ്രഡ്ജ് പടത്തിലൊക്കെ ഒരു പ്രാതം വരുമല്ലോ, അങ്ങനെ നനഞ്ഞുകൊണ്ട് വെള്ളത്തിൽ നിന്ന്. അവിടെ ഒരു കുളമുണ്ട്, അവിടെ നിന്ന് പ്രാതം വന്ന് അങ്ങനെ ആയിരിക്കും.
പേടിപ്പിക്കൽ രാത്രി വീഡിയോ ആണ്, ആൾക്കാർക്ക് പേടിച്ചു പോകും. ഒരു ഹൊറർ വൈബ് ഉണ്ടെങ്കിൽ ആ ത്രില്ലുള്ളൂ അല്ലേ ആ റൈഡിന്. ഇത് ഇങ്ങോട്ട് പോണ്. മൈ ഗോഡ്, വഴി വേറെ എവിടെ കാണിക്കണല്ലോ, വഴി മാറ്റി കാണിക്കണം. മാപ്പേ പണി തരില്ല കേട്ടാ, എനിക്ക് ഇവിടോട്ട് അറിയാം. ഇങ്ങോട്ട് തന്നെ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. പറ, വേറെ വിഷയം ഉണ്ടായില്ലേ? വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, ഇവിടെയാണ് ലൊക്കേഷൻ. ഇവിടെയാണോ? ഓക്കെ ഓക്കെ. നേരെ പോയി എങ്ങോട്ട് പോകും? വേറെ വഴി കൊള്ളാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ, താങ്ക്സ് എന്നാ. ശരി, ഓർഡർ ഡെലിവറിഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 59 രൂപ 21 പൈസയാണ്. 7.1 കിലോമീറ്റർ ഓടിയതിന് കെട്ടിയത് 59 രൂപ. സത്യം പറഞ്ഞാൽ നഷ്ടമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചൊവ്വാഴ്ച അങ്ങനെ ഇരിക്കോളും. കള്ള ഗോട്ട് പടം ഓർമ്മ വരണം, ക്ലോൺ ആണല്ലോ. മതി മതി, വാ പോവാം, കൂടുതൽ ചളു പറയണ്ട. അപ്പോൾ നമ്മൾ LAPG ഗ്യാങ്ങാണ്, ഇവിടെ വെച്ച് കണ്ടായിരുന്നു, പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ വേറെ എന്ത് പറയാനുണ്ട്? നിങ്ങൾ പേരെന്താണ്? സഹദ്. സഹദാണ് പുള്ളിയുടെ പേര്. വീട് അടുത്തില്ലേ? ഇവിടെ അവിടെ പോണ വഴി വെള്ളാണീന. നമ്മളവിടെ കുറേ ആൾക്കാരുണ്ട്, നമ്മളെ ആൾക്കാരൊക്കെ. കോളേ ഇപ്പോൾ പുള്ളിയുടെ വണ്ടി ഓല വണ്ടിയാണ്. വണ്ടിയാണുണ്ട്, ഇതാണ് പുള്ളിയുടെ വണ്ടി. തന്നെ. അപ്പം എനിക്ക് വണ്ടി എടുക്കുന്ന ആഗ്രഹമുണ്ട്, എന്നാലും എടുക്കും. അടിപൊളി. സെൽഫി എടുക്കാൻ പോവുകയാണ്, നമ്മളൊക്കെ സെൽഫി എടുക്കാൻ ലെവലായി. ഓക്കെ, സൂപ്പർ. അപ്പോൾ കൈ വിടും, കാണാം. ഇന്നത്തെ വ്ളോഗ് നാളെ വൈകിട്ട് വരും, നിങ്ങളും വരും. ഓക്കെ, അടിപൊളി, ഫേമസ് ആവല്ലോ. നോക്കി പോണം, സൂക്ഷിച്ച് പോണം. അപ്പോൾ ഓക്കെ, പോന്നാ, കയറി വണ്ടി കയറി. അപ്പോൾ ഇന്ന് കിട്ടിയ ഓർഡർ ആണെന്ന് പറയുന്നത് 206 രൂപ 84 പൈസ പ്ലസ് 75 ഇൻസെൻറ്റീവ്, ടോട്ടൽ 281 രൂപ 84 പൈസ. മൊത്തം 5 ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓടിയ മൊത്തം കിലോമീറ്റർ എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, 30 കിലോമീറ്ററിന് 281 കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഓട്ടം കുറവല്ലേ, അപ്പോൾ അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ മാത്രമല്ല ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് ഇപ്പോൾ കാണിക്കേണ്ടെല്ലാം കാണിച്ചുകൊണ്ട്, കൊടുക്കേണ്ട ഓർഡറെല്ലാം കൊടുത്തിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എല്ലാവരും ബാക്കി ഹോൺ അടിക്കണത്. ആര്? ഓക്കെ ഓക്കെ, നമ്മൾ ആൾക്കാരാക്കി LAPG ആയിരിക്കും. വണ്ടി ഒതുക്കണോ? ഒതുക്കാല്ലേ, നമ്മൾ ആൾക്കാരല്ലേ, കണ്ടിട്ട് പോകാം. എന്തായാലും സുഖം സുഖം. എവിടെ കേട്ടില്ല? ഓക്കെ ഓക്കെ, കാർ അടിപൊളിയാണ്. അത് ഹോണ്ടയാ? ഓക്കെ ഓക്കെ, ശരി. വീട് എവിടെ? കാറൊക്കെ ഉണ്ടാവും. വ്ളോഗ് എന്തെങ്കിലും പറയണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. ശരി എന്നാൽ കാണാം. നമുക്കൊരു മീറ്റപ്പ് വയ്ക്കാം, അന്ന് എല്ലാവരെയും കണ്ട് നല്ല മാസമായിട്ട് നമുക്ക് ആഘോഷിക്കാം. ഓക്കെ, വീട്ടിലേക്ക് വന്നാച്ച് കടൈസിയ. ഇപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ദോശ ആൻഡ് ഉള്ളിച്ചമ്മന്തിയാണ്, സവാള ഉള്ളിച്ചമ്മന്തിയാണ്. ഓക്കെ, കഴിക്കാം, ബാ കമോൺ. മണി ഇപ്പോൾ കറക്റ്റ് 11 മണിയായി, ലേറ്റായി കേട്ടാ. ശരി, കുഴപ്പമില്ല, പെട്ടെന്ന്. ലാസ്റ്റ് ഓട്ടം ലോങ് ആയി പോയിട്ട് നമുക്ക് സമയം എടുത്ത്, അത് കുഴപ്പമില്ല. വലിയ വിശപ്പില്ല, ചെറിയ വിശപ്പുണ്ട്. സംഭവം സെറ്റ്, സൂപ്പർ. അല്ല, ഇതുകൊണ്ട് ഇന്നത്തെ ഡിന്നർ ദോശ ആൻഡ് സവാള ഉള്ളി ചമ്മന്തി. സവാള ഉള്ളിയല്ല, സവാള മാത്രമേ ഉള്ളൂ. സവാളയും മല്ലിയിലും കറിവേപ്പില പുളി ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത്ര തന്നെ, വേറൊന്നും പറയാനില്ല. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം. ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം.